ഒരുപാട് നാളുകളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഓരോ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഇതുകൊണ്ടെല്ലാം മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല വീഡിയോയിലേക്ക് എത്താനും സ്റ്റോറി ചെയ്യാനൊന്നും. ഒരുവിധം ഞാനെല്ലാം എന്നെ തന്നെ ഓക്കെയാക്കി ഞാൻ വീണ്ടും വരികയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ ലൈക്ക് വേണം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദുഃഖവും കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് ശങ്കർ. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. സൈനിക സേവനത്തിന് ശേഷം എനിക്ക് വീട്ടിലൊട്ടും മനസ്സിരിക്കുമായിരുന്നില്ല. മറ്റെന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ സെക്യൂരിറ്റി ഗാർഡ് ജോലി ചെയ്തത്. വെറും ഒരു രാത്രിയിലെ ജോലി, വെറും ഒരു രാത്രി മാത്രം. അതെന്തുകൊണ്ട്? അത് നിങ്ങൾ കഥയിലൂടെ മനസ്സിലാക്കും. അതുവരെ എനിക്ക് തോന്നിയിരുന്നത് അതിർത്തിയിലെ വെടിയുണ്ടകളേക്കാൾ പേടിപ്പെടുത്തുന്ന മറ്റെന്താണ് ഉണ്ടാവുക എന്നാണ്. എന്നാൽ ഞാൻ ജോലിക്ക് പോയ ആ ബോർഡിംഗ് സ്കൂളിൽ എൻ്റെ ആ തെറ്റിദ്ധാരണകളെല്ലാം തകർത്ത് കളഞ്ഞു. ഇത് 2001 കാര്യമാണ്. എനിക്ക് ആ സ്കൂളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇതൊരു ബോർഡിംഗ് സ്കൂളായിരുന്നു. നഗരത്തിൽ നിന്നും വളരെ ദൂരെ ദേവദാരു മരങ്ങൾ നിറഞ്ഞ് കൊടുങ്കാടിൻ്റെ നടുവിലായിരുന്നു ഈ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത്. ശൈത്യകാല അവധി തുടങ്ങാൻ പോവുകയായിരുന്നു. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു പരസ്യം കണ്ട് ഞാൻ തന്നെ അവരെ ബന്ധപ്പെട്ടതാണ്. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം കൊടുങ്കാടുകൾ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത് എനിക്ക് ശീലമാണ്. എൻ്റെ പശ്ചാത്തലം നോക്കി അവർ എന്നെ അർജൻറ്റ് ബേസിസിൽ അങ്ങോട്ട് അയച്ചു. അടുത്ത 10 ദിവസത്തേക്ക് ആ വിജനമായ സ്കൂളിന് രാത്രി കാവൽ നിൽക്കുക എന്നതായിരുന്നു എൻ്റെ ജോലി. ഞാൻ അവിടെ എത്തിയ വൈകുന്നേരം കാലാവസ്ഥ വളരെ മോശമായിരുന്നു. എല്ലായിടത്തും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. ബസ്സിൽ നിന്നിറങ്ങി അവിടെയുള്ളൊരു ചായക്കടയിൽ വഴി ചോദിക്കാൻ ഞാൻ ചെന്നു. അവിടെ ഇരുന്നിരുന്ന ആൾ കണ്ണടച്ച് ഒരു സ്റ്റൂളിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അയാളെ വിളിച്ചു. "അല്ല ചേട്ടാ, ഉറങ്ങിപ്പോയോ?" അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. കടയിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ മയക്കം തൂങ്ങുന്നത് അയാൾക്ക് ശീലമാണെന്ന് തോന്നി. കണ്ണു തുറന്ന ഉടനെ അയാൾ പുഞ്ചിരിച്ചു. ചായ കുടിക്കാൻ വന്നതാകുമെന്ന് അയാൾ കരുതി. എനിക്ക് വഴി അറിയണമായിരുന്നു. ഇവിടെ അടുത്തെവിടെ ഒരു ബോർഡിംഗ് സ്കൂളുണ്ടല്ലോ. അത് കേട്ടതും അയാളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. ചായപാത്രത്തിലേക്ക് നീട്ടിയ കൈ അയാൾ അവിടെ തന്നെ നിർത്തി. ഒരു പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു, "ചായ വേണോ?" അതൊരു ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ വഴി ചോദിച്ചതേയുള്ളൂ. എങ്കിലും ഞാൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടി. അയാൾ പെട്ടെന്ന് അടുപ്പ് കത്തിച്ചു. പാത്രം വെച്ച് ചായക്കൂട്ടുകളിട്ടു. അതുവരെ ഞാൻ അവിടെ നിശബ്ദനായിരുന്നു. പിന്നീട് ചായ തയ്യാറായ ശേഷം അയാൾ നനഞ്ഞ കൈകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, "കേട്ടിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ പഴയ കാവൽക്കാരൻ ദിനാന പെട്ടെന്ന് മരിച്ചുപോയെന്ന്. കഠിനമായ തണുപ്പ് കാരണം ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് പറയുന്നു. പാവം, വയസ്സനായിരുന്നു. അതുകൊണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റിയില്ല. എനിക്കറിയാവുന്നിടത്തോളം അവിടെ ഒരു കാവൽക്കാരനും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മാത്രമായിരുന്നു വർഷങ്ങളായി അവിടെ കാവൽ നിന്നിരുന്നത്. ബാക്കിയുള്ളവർ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ സ്ഥലം ഉപേക്ഷിച്ച് ഓടിപ്പോകും, പ്രത്യേകിച്ച് അവധിക്കാലത്ത്. രാത്രിയിൽ അവിടെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും രൂപങ്ങൾ കാണാറുണ്ടെന്നും പറയുന്നു." ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചായ ഗ്ലാസ്സിൽ പകർന്ന് എൻ്റെ മുന്നിൽ വെച്ചു. "പക്ഷേ നിങ്ങളിത് എന്നോട് എന്തിനാണ് പറയുന്നത്?" അയാൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. "കാരണം നിങ്ങൾ ഇവിടത്തുകാരനല്ല എന്നെനിക്ക് മനസ്സിലായി. ഇന്ന് പകൽ മുഴുവനും സ്കൂളിലെ കുട്ടികളും സ്റ്റാഫും അവിടെ നിന്നും പോകുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ അവധി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ വാച്ച്മാനായി വന്നതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്." ഞാൻ അയാളെ തടഞ്ഞു പറഞ്ഞു, "ഞാനൊരു പട്ടാളക്കാരനാണ്. ഇത്തരം ഡസൻ കണക്കിന് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പേടി എന്നെ ഇതുവരെ തൊട്ടിട്ടില്ല." അയാളപ്പോൾ മുകളിലേക്കുള്ള വഴി ചൂണ്ടി പറഞ്ഞു, "നേരെ പോകൂ. 20 മിനിറ്റ് നടന്നാൽ എത്തും." അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചായ കുടിച്ചു തീർത്ത് മുകളിലേക്ക് നടന്നു. മഞ്ഞ് കനത്തത് കാരണം സ്കൂളിലെ ഇരുമ്പ് ഗേറ്റ് പോലും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മിക്കവാറും കുട്ടികളും ടീച്ചർമാരും പോയി കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ പൂർണ്ണമായും വിജനമായിരിക്കുന്നു. അവിടെ എനിക്ക് സ്കൂളിലെ മിസ്റ്റർ വർമ്മ എന്ന ക്ലർക്കിനെ കാണാൻ കഴിഞ്ഞു. താക്കോൽ തരാൻ വേണ്ടി അവിടെ നിന്നതായിരുന്നു അയാൾ. ഒരുപക്ഷെ ഞാൻ കത്തിൽ അയാളെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകാം. അയാൾക്കൊരു വലിയ ധൃതിയുള്ളതുപോലെ തോന്നി. അയാൾ ഇടയ്ക്കിടെ തൻ്റെ വാച്ചിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. സമയം വൈകുന്നേരം 5 മണി. അവിടെ ഇരുട്ട് വേഗം വരുമായിരുന്നു. മിസ്റ്റർ വർമ്മ ഒരു ചെറിയ മനുഷ്യനാണ്. അയാളുടെ കട്ടിയുള്ള കണ്ണടക്കിടയിലൂടെ പരിഭ്രമം എനിക്ക് കാണാമായിരുന്നു. തണുപ്പിലും അയാളുടെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ നോക്കാതെ തന്നെ താക്കോൽ കൂട്ടം എൻ്റെ കയ്യിൽ തന്നു. വർമ്മ പറഞ്ഞു, "ശങ്കർ, ഞാൻ വർമ്മ. ഇത് മെയിൻ ഗേറ്റിൻ്റെ താക്കോൽ. ഇത് ഹോസ്റ്റലിൻ്റെ, ഇത് ലൈബ്രറിയുടെ. എല്ലാം കാണിച്ചു തരാൻ ഇപ്പോൾ സമയമില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, സ്കൂളിൻ്റെ പിന്നിലുള്ള പഴയ ബ്ലോക്ക് വിങ് തുറക്കരുത്.
രാത്രിയിൽ അങ്ങോട്ട് പോകരുത്. വേണമെങ്കിൽ നാളെ രാവിലെ കാണാം. ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, അതെന്താ സാർ? അതായത് അങ്ങനെ എന്താ? വർമ്മ ചുറ്റും നോക്കി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അവിടെ റിനോവേഷൻ പണികൾ നടക്കുകയാണ്. കെട്ടിടം അല്പം ദുർബലമാണ്. എന്തെങ്കിലും ഇടിഞ്ഞു വീണാൽ വെറുതെ പ്രശ്നമാകും. പിന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പഴയ ബ്ലോക്കിൻ്റെ ഭാഗത്തുള്ള ഇടനാഴിയിൽ റൗണ്ടടിക്കാൻ പോകരുത്. രാത്രിയിൽ കഴിയുന്നതും ഗാർഡ് റൂമിൽ തന്നെ ഇരിക്കുക. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ഞാനൊരു പട്ടാളക്കാരനാണ്. കള്ളന്മാരെയൊന്നും എനിക്ക് പേടിയില്ല. വർമ്മ എന്നെ ഒന്ന് വിചിത്രമായൊരു നോട്ടം നോക്കി തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ശങ്കർ, കള്ളന്മാരായിരുന്നു പേടിയെങ്കിൽ പോലീസിനെ വിളിക്കാമായിരുന്നല്ലോ. ശരി, ഞാൻ ഇറങ്ങുന്നു. ശ്രദ്ധിക്കണം. ആരോ തന്നെ പിന്തുടരുന്നത് പോലെ അയാൾ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി. ഇപ്പോൾ ഞാൻ ആ വലിയ കരിങ്കൽ കെട്ടിടത്തിൽ തനിച്ചായി. ചുറ്റും കാടും നിശബ്ദതയും മാത്രം. അല്പനേരം ചുറ്റും നടന്ന ശേഷം ഞാൻ ഗാർഡ് റൂമിൽ പോയിരുന്നു. രാത്രി 8 മണിയായി കാണും. ഞാൻ എൻ്റെ ടിഫിൻ ബോക്സ് തുറന്നു. ഗാർഡ് റൂം മെയിൻ ഗേറ്റിനടുത്തായിരുന്നു. മുന്നിൽ സ്കൂൾ കെട്ടിടം ഇരുട്ടിൽ എന്തോ ഉറങ്ങുന്ന രാക്ഷസനെ പോലെ തോന്നിപ്പിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറിക്കൊണ്ടൊരു ശബ്ദം കേട്ടു. സ്കൂൾ ബെല്ലിൻ്റെ ശബ്ദം. ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര രാത്രിയിൽ ആര് ബെല്ലടിക്കാൻ? സ്കൂൾ വിജനമല്ലേ? കാറ്റുകൊണ്ടടിച്ചതാവുമെന്ന് കരുതി. പക്ഷെ അത്ര കട്ടിയുള്ള വെങ്കലമണി അടിക്കാനുള്ള കാറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു. ടോർച്ചും വടിയുമായി ഞാൻ ഗാർഡ് റൂമിൽ നിന്നും പുറത്തിറങ്ങി. ആരാവിടെ? ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോഴേക്കും മണിമുഴക്കം നിന്നിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരു ശബ്ദം കേട്ടു. കുറേ കുട്ടികൾ ഒന്നിച്ച് കണക്ക് പട്ടിക ചൊല്ലുന്നത് പോലെ. ശബ്ദം വളരെ കുറവായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അത് സ്കൂളിൻ്റെ 1-ാം നിലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പട്ടാളക്കാരൻ ബുദ്ധി പറഞ്ഞു, നാട്ടിലെ വികൃതി കുട്ടികൾ സ്കൂളിൽ കയറിയതാകാം. ഞാൻ ടോർച്ച് ജനാലകളിലേക്ക് അടിച്ചു. 1-ാം നിലയിലൊരു മുറിയിൽ ചെറിയൊരു പ്രകാശം മിന്നിമറയുന്നത് കണ്ടു. ആ പ്രകാശം വല്ലാത്തൊരു രീതിയായിരുന്നു. ഞാൻ ദേഷ്യത്തോടെ പതുക്കെ പറഞ്ഞു, ഈ കുട്ടികളുടെ കാര്യം ഇന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ മെയിൻ കെട്ടിടം തള്ളി തുറന്നുള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറിയപ്പോൾ പുറത്തേക്കാൾ തണുപ്പായിരുന്നു അവിടെ. ഇടനാഴിയും വളരെ നീളമുള്ളതായിരുന്നു. ടോർച്ച് വെട്ടം ഇരുട്ടിൽ എവിടെയോ അപ്രത്യക്ഷമാകുന്നത് പോലെ. ഞാൻ ഗോണി കയറി 1-ാം നിലയിലെത്തി. കണക്ക് ചൊല്ലുന്ന ശബ്ദം ഇപ്പോൾ വ്യക്തമായി കേൾക്കാം. ക്ലാസ് റൂം 4Bയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഞാൻ പതുക്കെ ആ ക്ലാസ് മുറിയുടെ അടുത്തെത്തി. വാതിൽ അല്പം തുറന്നിരിക്കുന്നു. ആ വിടവിലൂടെ ഞാൻ ഉള്ളിലേക്ക് നോക്കി. ഉള്ളിലൊരു റാന്തൽ വിളക്ക് കത്തുന്നത് പോലെ മഞ്ഞ വെളിച്ചം കണ്ടു. ഞാൻ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് അലറി, നിങ്ങളുടെ കാര്യം ഞാൻ ഇന്ന് തീരുമാനമാകും. വാതിൽ തുറന്ന ഉടനെ പെട്ടെന്ന് നിശബ്ദത പടർന്നു. മുറി ശൂന്യമായിരുന്നു. കുട്ടികളില്ല, ടീച്ചറില്ല, വിളക്കില്ല. മുകളിൽ ഒരു ഭിത്തിയിലുള്ള ബൾബ് മാത്രം മിന്നി മിന്നി കത്തുന്നുണ്ടായിരുന്നു. പൊടി പിടിച്ച ഡെസ്കുകളും ബെഞ്ചുകളും മാത്രം. ഇതെൻ്റെ തോന്നലായിരുന്നു. ഞാൻ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ നോട്ടം ബ്ലാക്ക് ബോർഡിൽ പതിഞ്ഞത്. പൊടി പിടിച്ച ബോർഡിൽ പുതിയ ചോക്കുകൊണ്ട് എഴുതിയിരിക്കുന്നു, ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ. അതുകണ്ട് എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അതിപ്പോൾ എഴുതിയതുപോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ക്ലാസിൻ്റെ അങ്ങേയറ്റത്തെ ബെഞ്ചിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഞാൻ ടോർച്ച് അങ്ങോട്ട് തിരിച്ചു. അവിടെ ഒരു കുട്ടിയിരിക്കുന്നു. പഴയ സ്കൂൾ യൂണിഫോമായിരുന്നു അവൻ്റേത്. അത് പലയിടത്തും കീറിയും കരിഞ്ഞും ഇരിക്കുന്നു. അവൻ തല കുനിച്ചാണിരിക്കുന്നത്. ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, നീ ആരാ? എന്താ ഇവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോയില്ലേ? ആ കുട്ടി പതുക്കെ തലയുയർത്തി. അസ്ഥികൾ തമ്മിൽ ഉരസുന്നത് പോലെയുള്ളൊരു ശബ്ദം കേട്ടു. ഞാൻ അവൻ്റെ മുഖം കണ്ടു. ദൈവമേ, അവന് മുഖമില്ലായിരുന്നു. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ചുരുങ്ങുന്നത് പോലെ കരിഞ്ഞ തൊലി മാത്രം. ഉള്ളിലെ മാംസവുമെല്ലാം കാണാമായിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 ഇരുണ്ട കുഴികൾ മാത്രം. അതേ നിമിഷം തന്നെ എൻ്റെ പിന്നിൽ ക്ലാസ് മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. എൻ്റെ ശരീരത്തിൽ ഭയം വന്ന് നിറഞ്ഞു. എൻ്റെ ധൈര്യമെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതെയായി. എൻ്റെ മുന്നിൽ മുഖം കരിഞ്ഞ ആ കുട്ടിയിരിക്കുന്നു. പിന്നിൽ വാതിൽ തനിയെ അടഞ്ഞു. ഞാൻ തിരിഞ്ഞ് വാതിലിൻ്റെ പിടിയിൽ പിടിച്ചു. പക്ഷെ അത് തൊട്ടതും ഞാൻ വേദനയോടെ അലറി കൈ പിൻവലിച്ചു. ആ പിച്ചളപ്പിടി തീച്ചൂള പോലെ തിളയ്ക്കുകയായിരുന്നു. എൻ്റെ ഇളങ്കൈ പൊള്ളിപ്പോയി. പെട്ടെന്ന് മുറിയിലെ മറ്റു ബെഞ്ചുകളിൽ നിന്നും ശബ്ദമുയരാൻ തുടങ്ങി. ഞാൻ ടോർച്ച് ചുറ്റുമടിച്ചു. ഇപ്പോൾ അവിടെ ഒരു കുട്ടിയല്ല, ഓരോ ബെഞ്ചിലും കുട്ടികളിരിക്കുന്നു. 20ഓളം പേർ. എല്ലാവരും കരിഞ്ഞുപോയ രൂപങ്ങൾ. ചിലർക്ക് മുടിയില്ല, ചിലർക്ക് കണ്ണുകളില്ല. ചിലരുടെ തൊലി ഉരുകി തൂങ്ങിക്കിടക്കുന്നു. അവർ തങ്ങളുടെ ഇരുണ്ട കണ്ണുകൾ കൊണ്ട് എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. മുറിയിലെ തണുപ്പ് മാറി പെട്ടെന്ന് ചൂട് കൂടാൻ തുടങ്ങി. കരിഞ്ഞ മാംസത്തിൻ്റെ നാറ്റം എൻ്റെ ശ്വാസം മുട്ടിച്ചു. ആ കുട്ടികൾ ഒരേ സ്വരത്തിൽ പറയാൻ തുടങ്ങി, പ്രസന്റ് സാർ, പ്രസന്റ് സാർ, പ്രസന്റ് സാർ. അവർ ബെഞ്ചുകളിൽ താളം പിടിക്കുന്നുണ്ടായിരുന്നു.
എൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ വടിയെടുത്ത് വാതിലിൻ്റെ ചില്ല് അടിച്ചു തകർത്തു. കൈ പുറത്തേക്കിട്ട് ഞാൻ കുറ്റി തുറന്നു. പുറത്തിറങ്ങി ഞാൻ ഇടനാഴിയിലൂടെ ഓടി. പുറകിൽ ആ കുട്ടികളുടെ ചിരി കേൾക്കാം. അവരെൻ്റെ പുറകിൽ വരുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഗോണി ലക്ഷ്യമാക്കി ഓടി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. ഞാൻ കയറുമെന്ന ഗോണി അവിടെ ഇല്ല, പകരം ഒരു ഭിത്തി മാത്രം. എനിക്ക് വഴി തെറ്റിയതാണോ? സ്കൂളിൻ്റെ ഭൂപടം മാറിക്കൊണ്ടിരിക്കുകയാണോ? ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഓൾഡ് വിങ്ങിലേക്ക് പോവുക. ഞാൻ ഓൾഡ് വിങ്ങിൻ്റെ അതിർത്തി കടന്നതും അന്തരീക്ഷം മാറി. അവിടെ ഭിത്തികളിൽ സിമൻ്റില്ലായിരുന്നു, കറുത്ത ഇഷ്ടികകൾ മാത്രം. തറയിൽ ചാരത്തിൻ്റെ കനത്ത പാളികൾ. ഞാൻ നടന്നപ്പോൾ ചാരത്തിൽ എൻ്റെ പാദമുദ്രകൾ പതിഞ്ഞു. അവിടെ വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടു. ഇടനാഴിയുടെ അറ്റത്തുള്ള ടോയ്ലറ്റിൽ നിന്നാണ് അത് വരുന്നത്. അവിടെ നിന്നും കറുത്ത പുക വരുന്നുണ്ടായിരുന്നു. ഞാൻ വാതിൽ തള്ളി തുറന്നു. ഉള്ളിലെ കാഴ്ച കണ്ട് എൻ്റെ ചങ്ക് തകർന്നു. അവിടെ തീ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം കരിഞ്ഞ നിലയിലായിരുന്നു. ഒരു മൂലയിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മോനെ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ തോളിൽ കൈവച്ചു. തൊട്ട നിമിഷം അവൻ പുകയും ചാരവുമായി മാറി തറയിൽ ചിതറി. അപ്പോഴാണ് ടോയ്ലറ്റിൻ്റെ വാതിൽ പതുക്കെ തുറന്നത്. നീളമുള്ളൊരു കറുത്ത രൂപം പുറത്തേക്ക് വന്നു. അതൊരു കുട്ടിയായിരുന്നില്ല, ഒരു വലിയ മനുഷ്യനായിരുന്നു. അയാളുടെ കഴുത്തൊടിഞ്ഞ് ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ കനൽ പോലെ ചുവന്നിരുന്നു. അയാൾ തൻ്റെ കയ്യിലുള്ള വടി നിലത്ത് കുത്തി. അതോടെ ടോയ്ലറ്റിലെ എല്ലാ ടാപ്പുകളും ഒന്നിച്ചു തുറന്നു. പക്ഷെ അതിൽ നിന്നും വന്നത് വെള്ളമല്ല, തിളയ്ക്കുന്ന ചോരയായിരുന്നു. അയാൾ ഒരു ഗർജനം പോലെ പറഞ്ഞു, ക്ലാസ് ഉപേക്ഷിച്ച് നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അയാൾ തൻ്റെ വടി ഉയർത്തി. ഞാൻ ഓടി വാതിൽ തുറക്കാൻ നോക്കി, പക്ഷെ അത് അടഞ്ഞുപോയി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ എല്ലാവരും തുല്യരാണ്, ശിക്ഷ എല്ലാവർക്കും ലഭിക്കും. അയാൾ വടികൊണ്ട് എന്നെ അടിച്ചു. ഞാൻ കൈകൊണ്ട് തടഞ്ഞു. എൻ്റെ അസ്ഥി ഒടിഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ വേദനയോടെ വീണു. അയാൾ എന്നെ വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ പുറത്ത് വീണ്ടും സ്കൂൾ ബെല്ല് മുഴങ്ങി. അതോടെ അയാളുടെ ശ്രദ്ധ മാറി. ഞാൻ ആ അവസരം നോക്കി വാതിൽ ചവിട്ടി തുറന്നു. പുറത്തിറങ്ങി ഞാൻ ഇടനാഴിയിലൂടെ ഓടി. പഴയ വിങ്ങിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞൊരു ഭാഗം പോലെയായിരുന്നു. ഞാൻ ഓടി അറ്റത്തെത്തിയപ്പോൾ ഒരു ഇരുമ്പ് ഗ്രില്ല് കണ്ടു. ഞാൻ വന്നപ്പോൾ അത് തുറന്നു കിടന്നതായിരുന്നു. ഇപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു. പുറകിൽ ആ മനുഷ്യൻ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് താക്കോൽ കൂട്ടമെടുത്തു. 10ഓളം താക്കോലുകളുണ്ടായിരുന്നു. മൂന്നാമത്തെ താക്കോലിട്ടപ്പോൾ ഗ്രില്ല് തുറന്നു. ഞാൻ വേഗം അപ്പുറത്തേക്ക് ചാടി ഗ്രില്ലടച്ചു. അയാൾക്ക് പുതിയ കെട്ടിടത്തിൻ്റെ അതിർത്തി കടക്കാൻ കഴിയില്ലായിരുന്നു. അയാൾ ഭീകരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബെല്ല് ഇനിയും മുഴങ്ങും, സ്കൂൾ വീണ്ടും തുറക്കും, അന്ന് നിനക്ക് അവധി ലഭിക്കില്ല. ഞാനവിടെ നിന്നില്ല. താഴേക്കൂടി ഗ്രൗണ്ടിലെത്തി. അവിടെ ഊഞ്ഞാലുകൾ തനിയെ ആടുന്നത് കണ്ടു. ആരും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഊഞ്ഞാലുകൾ വേഗത്തിൽ ആടുകയാണ്. വിചിത്രമായ ചിരികൾ എൻ്റെ കാതുകളിൽ മുഴങ്ങി. ഞാൻ വേഗം ഗാർഡ് റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചൂടനുഭവപ്പെട്ടു. ഹീറ്റർ ഓഫായിരുന്നു, എങ്കിലും അത് ചുട്ടു പഴുക്കുന്നുണ്ടായിരുന്നു. വാതിലിൻ്റെ താഴെയുള്ള വിടവിലൂടെ കറുത്ത പുക ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അവരെന്നെ അവിടെയിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ടോർച്ചുകൊണ്ട് ജനൽ ചില്ല് തകർത്ത് പുറത്തു ചാടി. അപ്പോൾ ആരും എൻ്റെ കാലിൽ പിടിച്ചു. പിന്നിൽ നോക്കിയപ്പോൾ ആ പഴയ തലയൊടിഞ്ഞ മനുഷ്യൻ പുകയ്ക്കുള്ളിൽ നിൽക്കുന്നു. ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അയാൾ ആവർത്തിച്ചു. ഞാൻ എൻ്റെ മറുകാൽ കൊണ്ട് അയാളുടെ മുഖത്ത് ആഞ്ഞു ചവിട്ടി. അയാളുടെ പിടിവിട്ടു. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് ചാടി. ഞാൻ മതിൽ ലക്ഷ്യമാക്കി ഓടി. 8 അടി ഉയരമുള്ള മതിലിൻ്റെ മുകളിൽ മുള്ളുവേലികൾ ഉണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ്റെ കരുത്തുപയോഗിച്ച് ഞാൻ മതിൽ ചാടിക്കടന്നു. അപ്പുറത്തെ റോഡിൽ വീണപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായി. സ്കൂൾ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നും ആ മനുഷ്യനും കുട്ടികളും എന്നെ നോക്കി കൈവീശുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞാൻ ആശുപത്രിയിലാണ് കണ്ണു തുറക്കുന്നത്. എൻ്റെ ശരീരമാകെ പൊള്ളലേറ്റ പാടുകളായിരുന്നു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. ക്ലർക്ക് മിസ്റ്റർ വർമ്മ എന്നെ കാണാൻ വന്നു. ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് അയാൾ ആ സത്യം വെളിപ്പെടുത്തിയത്. 1996 നടന്നൊരു ദുരന്തമായിരുന്നു അത്. അവിടുത്തെ ഹെഡ്മാസ്റ്റർ ഖുറാന ഒരു ക്രൂരനായിരുന്നു. അവധിക്കാലത്ത് വീട്ടിൽ പോകാൻ അനുവദിക്കാതെ അദ്ദേഹം കുട്ടികളെ പൂട്ടിയിട്ടു. കുട്ടികൾ പ്രതിഷേധിക്കാൻ പേപ്പർ കത്തിച്ചു. പക്ഷേ സ്കൂൾ മുഴുവനും തീപിടിച്ചു. ഹെഡ്മാസ്റ്റർ അവർ നാടകം കളിക്കുകയാണെന്ന് കരുതി പുറത്തു നിന്നും വാതിൽ പൂട്ടി. കുട്ടികളുള്ളിൽ വെന്തു മരിച്ചു. ഒടുവിൽ ആ ഹെഡ്മാസ്റ്ററും ആ തീയിൽ മരിച്ചു. ഇന്ന് ആ പഴയ കെട്ടിടം അവിടെ ഇല്ല. എങ്കിലും ആ മുറിവുകൾ മാഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ കുട്ടികളുടെ ചിരിയും കരച്ചിലും എൻ്റെ കാതുകളിൽ മുഴങ്ങാറുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, ഇതായിരുന്നു ആ കഥ. ഇനി അടുത്ത കഥയിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. കഥ തീർന്നിട്ടില്ല, പുതിയ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ്. എൻ്റെ മമ്മിയും പപ്പയും വളരെ മതവിശ്വാസികളാണ്. റെഗുലറായി ചർച്ചിൽ പോകും. എൻ്റെ സ്കൂളിംഗ് പോലും ഒരു ക്രിസ്ത്യൻ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിയിൽ നിന്നും വ്യത്യസ്തനായിരുന്നു.
എനിക്ക് ചർച്ചിൽ പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ ഒരു രസവും തോന്നിയിരുന്നില്ല. ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു എന്നല്ല ഇതിനർത്ഥം. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ബൈബിൾ പലതവണ വായിച്ചിട്ടുണ്ട്. ബൈബിളിലെ പല കാര്യങ്ങളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിരുന്നു. എങ്കിലും എനിക്ക് ഈ മതപരമായ കാര്യങ്ങൾ അല്പം കൃത്രിമമായി തോന്നി. ഞങ്ങളുടെ വീട്ടിൽ ഭൂതപ്രേതങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത് പോലെ തന്നെ. ഞാനും കസിൻസും ഫ്രണ്ട്സും ഒത്തുചേരുമ്പോൾ ഞങ്ങൾ ഹൊറർ മൂവികൾ തീർച്ചയായും കാണാറുണ്ട്. വളർന്നു വരുന്തോറും എനിക്ക് ഹൊറർ സിനിമകളും പുസ്തകങ്ങളുമൊക്കെ വായിക്കുന്നതിൽ വലിയ രസം തോന്നി തുടങ്ങി. 12-13 വയസ്സായപ്പോഴേക്കും ഇൻ്റർനെറ്റിലൂടെ ലോകത്തിലെ ഹൊറർ ലെജൻഡുകൾ, ഏലിയൻസ്, ആഭിചാരം, ഇലുമിനാറ്റി എന്നിവയെക്കുറിച്ചൊക്കെ ഞാൻ അറിയാൻ തുടങ്ങി. ഇതെനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് 2003 അല്ലെങ്കിൽ 2004 കാലഘട്ടത്തിലെ കാര്യമാണ്. ഈ സമയത്ത് എൻ്റെ പപ്പ ഒരു പുതിയ വീട് അന്വേഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ പഴയ വീട് വളരെ ചെറുതായിരുന്നു. ആ ഏരിയയും അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചു കാലമായി പപ്പ പുതിയ വീടിനുള്ള തിരച്ചിലായിരുന്നു. ആ വീടിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മമ്മിക്കും പപ്പയ്ക്കും അത് കണ്ടയുടൻ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഡീൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ നാനി, അതായത് അമ്മൂമ്മ കൂടി ആ വീടൊന്ന് കാണണമെന്ന് മമ്മി ആഗ്രഹിച്ചു. അതൊരു 2 നില വീടായിരുന്നു. മുകളിലത്തെ നിലയിൽ 2 മുറികളുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കാറിൽ ആ വീട് കാണാൻ പോയി. മമ്മിയും പപ്പയും അമ്മൂമ്മയും താഴത്തെ നിലയിലെ ഒരു റൂം ചെക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ മുകളിലത്തെ നിലയിൽ കോണിപ്പടികളിലൂടെ ഓടിക്കളിച്ച് നടക്കുകയാണ്. പിന്നീട് അമ്മൂമ്മ മുകളിലത്തെ നിലയിൽ വന്നപ്പോൾ അമ്മൂമ്മ പറഞ്ഞു അവർക്ക് ആ വീട്ടിൽ എന്തോ വല്ലാത്തൊരു അനുഭവം ഉണ്ടാകുന്നുവെന്ന്, പ്രത്യേകിച്ച് ആ 2nd ഫ്ലോറിൽ. അമ്മൂമ്മയ്ക്ക് ആ വീട് ഇഷ്ടപ്പെട്ടില്ല. മമ്മി ചോദിച്ചു വീട്ടിൽ എന്താ കുറവുള്ളതെന്ന്. അമ്മൂമ്മ ഇത്രമാത്രം പറഞ്ഞു, ഇതിൻ്റെ 2nd ഫ്ലോറിൻ്റെ നിർമ്മാണം വളരെ വിചിത്രമാണ്. ഒരുപക്ഷേ വീട്ടിൽ തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ പെട്ടെന്ന് താഴേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അമ്മൂമ്മ ആ വീട്ടിൽ കണ്ടുപിടിച്ച ഒരേ ഒരു കുറവ് ഇതായിരുന്നു. പക്ഷെ എൻ്റെ മമ്മി നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഈ ചെറിയൊരു കാരണത്താൽ മനസ്സ് മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ കാറിൽ തിരികെ പോകുമ്പോൾ അമ്മൂമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അമ്മൂമ്മ മുകളിലത്തെ നിലയിൽ പോയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി പെട്ടെന്ന് അവരുടെ മുന്നിലൂടെ ഓടിപ്പോയതുപോലെ അവർക്ക് തോന്നി. ആ വീട്ടിൽ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട അമ്മൂമ്മ ചിന്തയിലായി. സത്യത്തിൽ ഇതായിരുന്നു അമ്മൂമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം. തീപിടുത്തത്തിൻ്റെ കാര്യം അവർ ചുമ്മാ പറഞ്ഞതായിരുന്നു. മമ്മിയും പപ്പയും അമ്മൂമ്മയുടെ ആ വാക്ക് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഡീൽ ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് വീടിനെക്കുറിച്ച് അന്വേഷിക്കാൻ പപ്പ തീരുമാനിച്ചു. ചുറ്റുമുള്ളവരോട് ചോദിച്ചപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ തീപിടുത്തമുണ്ടായെന്നും അതിലൊരു ചെറിയ പെൺകുട്ടി മരിച്ചെന്നും പറഞ്ഞു. ഈ കാര്യം പുറത്തു വന്നതോടെ മമ്മയും പപ്പയും ആ വീട് വാങ്ങില്ലെന്ന് തീർത്തു പറഞ്ഞു. അതിനുശേഷം വീട് വാങ്ങാനുള്ള പ്ലാൻ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ പെട്ടെന്ന് മറ്റൊരു നഗരത്തിലെ ഒരു വീടിനെക്കുറിച്ച് പപ്പ അറിഞ്ഞു. മമ്മിക്കും പപ്പയ്ക്കും ആ വീട് ഇഷ്ടമായി. അമ്മൂമ്മയും സമ്മതം മൂളി. പപ്പ ആ വീട് വാങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റി. ആ വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ആരോ വാതിലിൽ മുട്ടി. മമ്മി പോയി വാതിൽ തുറന്നപ്പോൾ പുറത്തൊരു സ്ത്രീ നിൽക്കുന്നു. ഈ വീടിൻ്റെ മുൻപത്തെ ഉടമയായിരുന്നു അവർ. ഒരു ചെറിയ സന്ദേശം നൽകാനാണ് വന്നതെന്ന് അവർ പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മ ഈ വീട്ടിൽ വെച്ചാണ് മരിച്ചതെന്നും അവരിന്നും പലപ്പോഴും ഇവിടെ വരാറുണ്ടെന്നും അവർ പറഞ്ഞു. പക്ഷേ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല, അവർ ആരെയും ഉപദ്രവിക്കാറില്ല, അവർക്ക് ഈ വീട് ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ വീട് വാങ്ങിക്കഴിഞ്ഞു, സാധനങ്ങളും മാറ്റി. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് മമ്മിയും പപ്പയും ആ സ്ത്രീക്ക് വല്ല മാനസിക പ്രശ്നവുമായിരിക്കുമെന്ന് കരുതി അത് വിട്ടു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. വീടിനടുത്തൊരു 12 വയസ്സുകാരൻ പയ്യനുണ്ടായിരുന്നു. അവനുമായി ഞാൻ കൂട്ടായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീടുകളിലേക്ക് മാറി മാറി പോകാൻ തുടങ്ങി. ഒരിക്കൽ അവൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം അറിഞ്ഞു. ഞങ്ങൾ ആദ്യം കണ്ട കുട്ടി മരിച്ച വീട്ടിൽ ഇവർ ഏകദേശം 8 വർഷം താമസിച്ചിട്ടുണ്ട്. എത്ര വിചിത്രമായ യാദൃച്ഛികത. എൻ്റെ കൂട്ടുകാരൻ്റെ മമ്മയും പപ്പയും പറഞ്ഞു ആ വീട്ടിൽ സത്യത്തിൽ ഒന്നല്ല 2 പ്രേതങ്ങളുണ്ടായിരുന്നുവെന്ന്. ഒന്നൊരു പെൺകുട്ടിയും മറ്റൊന്നൊരു വയസ്സായ മനുഷ്യനും. ഇത് കേട്ട് എൻ്റെ ഫാമിലി ഷോക്കായി. ആ പെൺകുട്ടി ആരെയും ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ആ വയസ്സായ മനുഷ്യൻ ഇവരെ ഒരുപാട് ശല്യം ചെയ്യുമായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് 4 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. വലിയ ഫാമിലിയാണ്. എല്ലാവർക്കും ആ വീട്ടിൽ എന്തെങ്കിലും പാരനോർമൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ കുറവായിരുന്നുവെങ്കിലും പിന്നീട് ഒരു രാത്രി പോലും സമാധാനമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ 21 വയസ്സുണ്ട്. രാത്രി ലൈറ്റിണച്ച് ഉറങ്ങാൻ പോലും പേടിക്കുമായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അല്പം കൂടി പേടി തോന്നിയെങ്കിലും അതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തെങ്കിലും പാരനോർമൽ അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായി. എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്കും പ്രേതത്തെ കണ്ട കഥ പറയണമെന്നുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥ പറഞ്ഞ പോലെ
അവരുടെ അമ്മയെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതി. പേടിക്കാൻ കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. എനിക്കിപ്പോൾ 14 വയസ്സായി. ആത്മാക്കളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ പല വഴികളും നോക്കി. ക്രിസ്റ്റൽ ബോൾ വാങ്ങി, കണ്ണാടിക്ക് മുന്നിലിരുന്ന് വിളിച്ചു നോക്കി. ഒന്നും നടന്നില്ല. എനിക്ക് വല്ലാതെ ഇൻവോൾവ് ആകണമെന്നില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1 വർഷം കൂടി കടന്നുപോയി. എൻ്റെ 15ാം ജന്മദിനത്തിന് ശേഷം ക്രിസ്തുമസ് സമയത്താണ് ഞാൻ വിയ ബോർഡിനെ കുറിച്ച് അറിയുന്നത്. അതായത് ഓജ ബോർഡിനെ കുറിച്ച്. ഇത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം വ്യക്തമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഓജോ ബോർഡ് കൊണ്ട് കളിക്കരുത്. ക്രിസ്തുമസിന് എനിക്ക് ഓജോ ബോർഡ് വേണമെന്ന് ഞാൻ വാശി പിടിച്ചു. പപ്പ അത് വാങ്ങിത്തന്നു. അവർക്കതൊരു കാരം ബോർഡ് പോലെയുള്ള ഗെയിം മാത്രമായിരുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും റൂമിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഓജോ ബോർഡ് ട്രൈ ചെയ്യാമെന്ന്. അവൻ പേടിയോടെ സമ്മതിച്ചു. പകൽ സമയമായതുകൊണ്ട് ഇരുട്ട് വേണമെന്ന് കരുതി ഞാൻ അവനെ ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. ഞാൻ ബോക്സ് തുറന്നപ്പോഴേക്കും അവൻ പേടിച്ചു. താൻ ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ കളിയാക്കി ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ഞാൻ നിരാശയോടെ അത് മടക്കി വെച്ചു. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. അടുത്ത ദിവസം മുതൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ കാര്യങ്ങളായിരുന്നു. ലൈറ്റുകൾ താനെ അണയുക, വാതിലുകൾ തുറക്കുക, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഞങ്ങളുടെ 2 പട്ടികൾ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. എനിക്ക് പേടി ഉണ്ടാകുന്നതിന് പകരം സന്തോഷമാണ് തോന്നിയത്. സുഹൃത്തുക്കളോട് പറയാൻ ഒരു കഥ കിട്ടിയല്ലോ. അടുത്ത 2 വർഷം ഇങ്ങനെ പോയി. കണ്ണുകൊണ്ട് ഒന്നും കണ്ടിരുന്നില്ല. എനിക്കിപ്പോൾ 16 വയസ്സായി. ഒരു ദിവസം വൈകുന്നേരം അടുക്കളയിലേക്ക് പോകുമ്പോൾ മമ്മി അടുക്കളയിൽ നിന്നും വരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് നോക്കിയപ്പോൾ മമ്മി ഇട്ട ഡ്രസ്സ് എനിക്ക് വിചിത്രമായി തോന്നി. മമ്മി ഒരിക്കലും ഇടാത്ത പിങ്ക് നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അത്. ഞാൻ ഹാളിൽ ചെന്നപ്പോൾ മമ്മിയും പപ്പയും അവിടെ ഇരുന്ന് TV കാണുന്നു. മമ്മി പിങ്ക് ഡ്രസ്സല്ലേ ഇട്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അത് പ്രേതമായിരുന്നുവെന്ന്. പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. എനിക്ക് ഉറക്കമില്ലായ്മ വരാൻ തുടങ്ങി. രാത്രി വാതിലിൽ ആരോ വന്ന് മുട്ടും. അലമാരയിലെ സാധനങ്ങൾ താനെ വീഴും. വീടിൻ്റെ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടും. TV ഫുൾ വോളിയത്തിൽ താനെ ഓണാകും. ബാറ്ററി ഇല്ലാതെ ടോയ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. എനിക്ക് പേടിയായി തുടങ്ങി. ഒരിക്കൽ ബേസ്മെൻറ്റിലെ ടേബിൾ ലാമ്പ് പൊട്ടിത്തെറിച്ചു. സാധനങ്ങൾ ആരോ എടുത്തെറിയുന്നത് പോലെ താഴേക്ക് വീണു. ഞാൻ ബേസ്മെൻറ്റിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവിടുത്തെ 3 ബൾബുകളും ഒന്നൊന്നായി പൊട്ടി. പപ്പ വിചാരിച്ചത് വയറിംഗ് പ്രശ്നമാണെന്നാണ്. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിത്തുടങ്ങി. അലമാരയുടെ വാതിൽ താനെ തുറക്കുമായിരുന്നു. പൂട്ടി വെച്ചാലും തുറക്കും. 33 വയസ്സായി എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ ഒരു പേടിയാണ്. ചില രാത്രികളിൽ ബെഡിലെന്തോ ഇഴയുന്നത് പോലെ തോന്നും. കസിൻസിൻ്റെ കൂടെ കിടക്കുമ്പോൾ അവരുടെ കൈകൾ താനെ വായുവിലേക്ക് ഉയരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരും എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. എനിക്ക് 18 വയസ്സായപ്പോൾ ഞാൻ ഇതിനെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതി. എന്നാൽ ഒരു രാത്രി ചിവാവ വർഗത്തിലുള്ള ഞങ്ങളുടെ പുതിയ നായ വിചിത്രമായി കുരയ്ക്കാൻ തുടങ്ങി. ആരും എന്നെ ബെഡിൽ ശക്തമായി തള്ളിയിട്ടു. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. എനിക്ക് വലിയ ദേഷ്യവും വെറുപ്പും അനുഭവപ്പെട്ടു. നരകത്തിലെ പിശാച് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓടി പപ്പയുടെ മുറിയിൽ ചെന്ന് വാതിലിൽ മുട്ടി. അവർ തുറന്നില്ല. അനിയൻ്റെ മുറിയിൽ പോയി അവനെ വിളിച്ചു. അവൻ കോമയിൽ എന്ന പോലെ ഉറങ്ങുകയാണ്. അടുത്ത ദിവസം അമ്മയോട് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇത് 10-20 തവണ എനിക്ക് ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതത്തിലുള്ള പ്രതീക്ഷ ഉപേക്ഷിച്ചു. അപ്പോഴാണ് എനിക്ക് പണ്ട് ചർച്ചിലെ പുരോഹിതൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. എപ്പോഴാണോ നീ വലിയ ആപത്തിൽപ്പെടുന്നത് അന്ന് ജീസസിനെ വിളിക്കുക. ഞാൻ കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാം പെട്ടെന്ന് നിലച്ചു. ലേറ്റിട്ടതുപോലെ ജീവിതത്തിലെ ഇരുട്ട് മാറി. ആ സംഭവത്തിന് ശേഷം 15 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഓജോ ബോർഡ് കത്തിക്കാൻ മമ്മയും പപ്പയും ശ്രമിച്ചു. പക്ഷേ പെട്രോൾ ഒഴിച്ചിട്ടും അത് കത്തുന്നില്ലായിരുന്നു. അവസാനം അവരത് ചപ്പുകുപ്പയിലേക്ക് എറിഞ്ഞു. ഓജോ ബോർഡ് വഴി ഞാൻ ഏതെങ്കിലും സാത്താൻ ശക്തിയെ വിളിച്ചു വരുത്തിയതാകാം. നിങ്ങളോടും എനിക്കിതേ പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങൾ തമാശയ്ക്ക് പോലും ചെയ്യരുത്. ഒരു ചെറിയ കഥയായിരുന്നല്ലേ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓരോ മനുഷ്യൻ്റെ അനുഭവമല്ലേ. എപ്പോഴും ആത്മാക്കൾ പറഞ്ഞൊന്നും നടക്കില്ലല്ലോ. ഇതൊരു അനുഭവമായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ.